ഹലോ, ഇത് റിഷൂട്ടന് പോളിയോ എടുത്തിട്ട് വന്ന ദിവസത്തെ വൈകുന്നേരത്തെ ഒരു വീഡിയോ കേട്ടോ. അവൾ പോളിയോ എടുത്തുകൊണ്ട് വന്ന് ഭയങ്കര പനിയും കാര്യങ്ങളായപ്പോൾ ഭയങ്കര കരച്ചിലായിരുന്നേ. അപ്പോൾ പുറത്തോട്ട് നടക്കാൻ ഇറങ്ങിയതാട്ടോ. നടക്കാൻ ഇറങ്ങിയപ്പോൾ അതാ നമ്മുടെ മുരിങ്ങ മരം നിൽക്കണം. പിന്നെ കഴിക്കാൻ തോന്നിയപ്പോൾ ശരി എന്നാൽ പിന്നെ വലിക്കാമെന്ന് പറഞ്ഞിട്ട് പോയതാണ്. അവിടെ പോയി നിന്ന് ചേട്ടായി നോക്കുക കേട്ടോ, ആരെങ്കിലും നോക്കുന്നുണ്ടോ നമ്മൾ വലിക്കുന്നത് എന്ന് പറഞ്ഞ് കുറേ നേരം നിന്ന് നോക്കി. എല്ലാം ആയ ശേഷം കേട്ടോ ചേട്ടൻ പോയിട്ട് വലിച്ചു കൊണ്ടുവന്നിട്ട് ചേട്ടൻ പാതി മുക്കാലും അതൊന്ന് മുരിങ്ങ ഊരി വൃത്തിയാക്കിയായിരുന്നേ. പിന്നെ റിഷൂട്ടൻ ഭയങ്കര കരച്ചിലായതുകൊണ്ട് റിഷൂട്ടിന് മരുന്നൊക്കെ കൊടുത്ത് ഓക്കെ ആയ ശേഷം കേട്ടോ ഞാൻ മുരിങ്ങ ഊരാനിരുന്നത്. ഇപ്പോൾ ഒരു തട്ടിക്കൂട്ടി മുരിങ്ങക്കറി കേട്ടോ വെക്കണേ. ഇവിടെ തേങ്ങ ചിരവ മടിയായിട്ട് മിക്സിയിലിട്ടിട്ട് ഒന്ന് അടിച്ചതാട്ടോ പൂണ്ടിട്ട്. അപ്പം നമ്മളിതിൽ കുരുമുളകും ജീരകവും വെളുത്തുള്ളിയും ചെറിയുള്ളി ഇടുക. ചെറിയുള്ളി ഇല്ലാത്തതുകൊണ്ടാട്ടോ ഇടാഞ്ഞേ. പിന്നെ നമ്മൾ പരിപ്പ് കുക്കറിൽ വേഗം വെച്ചിട്ടുണ്ടായിരുന്നേ. വിസിലടിച്ചത് കൂടിപ്പോയിടോ പരിപ്പ്. അങ്ങ് നല്ലപോലെ അങ്ങ് വെന്ത് ഉടഞ്ഞ്. സാരമില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, പിന്നെ ആവശ്യത്തിന് മുളക് പൊടി, പിന്നെ മല്ലിപ്പൊടി ഇട്ടിട്ട് നമ്മൾ അരച്ച തേങ്ങൻ്റെ അരപ്പില്ലേ അത് അതിലോട്ടിട്ടു കേട്ടോ. ഇട്ടിട്ട് ഒന്ന് നല്ലപോലെ ഒന്ന് തിളയ്ക്കണേ. ആ ഒരു മുളക് പൊടിയും മല്ലിപ്പൊടിൻ്റെയും ആ ഒരു പച്ചമണം മാറുന്നത് വരെ നല്ലപോലെ തിളച്ച ശേഷം നമ്മൾ മുരിങ്ങ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു. കഴുകി വെച്ച മുരിങ്ങ അത് വാരിയിടണം കേട്ടോ. വാരിയിട്ടിട്ട് ഒന്ന് നല്ലപോലെ ഇളക്കണേ. ഇത് ഒരുപാട് തിളപ്പിച്ചാൽ മുരിങ്ങ കഴിക്കും എന്നാട്ടോ ഞങ്ങൾ പറയാറ്. അതുകൊണ്ട് ഞങ്ങൾ ഇച്ചിരി തിളപ്പിച്ചത് ഇറക്കിയേ. അപ്പോൾ സൈഡ് വഴി നമ്മൾ കുറച്ച് മുരിങ്ങ ഒന്ന് വറുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് പണ്ട് നാട്ടിലൊക്കെ കഴിക്കുന്ന ടൈമിൽ വീട്ടിൽ ഇടയ്ക്കിടയ്ക്ക് വെക്കാറുണ്ടായപ്പോൾ അപ്പോഴൊന്നും ഇഷ്ടമല്ലായിരുന്നു കഴിക്കാൻ. ഇപ്പോൾ ഇത് കഴിക്കാൻ ഭയങ്കര ഒരു ആഗ്രഹം കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ആവശ്യത്തിന് ചോറ് എടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിലേറെ മുരിങ്ങക്കറി ഒഴിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ സൈഡ് നമ്മുടെ മുരിങ്ങ വറുത്തതും കൂടെ വെച്ചിട്ടുണ്ട്. പിന്നെ ഉച്ചയ്ക്ക് വെച്ച കോവയ്ക്ക വറുത്തതും കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ അതും വെച്ചു. അപ്പോൾ കഴിക്കാനിരിക്കുക കേട്ടോ. ചേട്ടനാട്ടോ വീഡിയോ എടുക്കണ. ചേട്ടൻ അപ്പുറത്ത് ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം ചോറ് മുരിങ്ങക്കറിയൊക്കെ കൂട്ടി മുരിങ്ങ വറുത്തതും കോവയ്ക്കയും പിന്നെ നമ്മുടെ വീട്ടിലുണ്ടാക്കിയ അച്ചാറുണ്ട് കേട്ടോ. അത് വീഡിയോ എടുക്കാൻ മറന്നുപോയതാണേ. അപ്പോൾ അതെല്ലാം കൂടെ ചേർത്ത് കുഴച്ച് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ഇതൊന്നും നമ്മൾ വീട്ടിലിരിക്കുമ്പോൾ കഴിക്കുമ്പോൾ അത്ര ടേസ്റ്റ് ഒന്നും ഇല്ല കേട്ടോ. എന്താ വെച്ചാൽ അത് നമുക്ക് എപ്പോഴും കിട്ടുമല്ലോ. ഇവിടെ പറയുമ്പോൾ എല്ലാവിടെയും ഉണ്ട്. പക്ഷെ വീടുകളുടെ ഉള്ളിലായതുകൊണ്ട് നമുക്ക് അങ്ങ് കയറി വലിക്കാനൊന്നും പറ്റില്ലേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളേ.